ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ എൻ്റെ ഈ ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങുവാണ്. 30 ഡേയ്സ് 30 ആനിമീസ് എന്നുള്ളൊരു സെഗ്മെൻറ്റാണ്. 30 ദിവസം 30 ആനിമയെ പരിചയപ്പെടുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആനിമി സീരീസ് ആയിരിക്കത്തില്ല, ആനിമി മൂവീസ് ആയിരിക്കും. കാരണം ആനിമി സീരീസ് എല്ലാവർക്കും അങ്ങോട്ട് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റാത്ത രീതിയിൽ ലെങ്തും കാര്യങ്ങളും എല്ലാം ഉള്ള ആനിമി സീരീസാണ് കൂടുതലും ഉള്ളത്. അപ്പം ആനിമെ വെറും കാർട്ടൂണാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്നവർക്ക് വേണ്ടിയിട്ട് ആനിമെ എന്താണെന്ന് മനസ്സിലാകാനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള 30 ആനിമെ മൂവീസ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ ഓക്കെ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. ആനിമെ എന്ന് പറയുന്നത് വെറും കാർട്ടൂണാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ ആനിമയുടെ ഒരു ലോകത്തിലോട്ട് എത്തിക്കാനെ കൊണ്ട് ശ്രമിക്കുന്നൊരു ഇതായിട്ടാണ്. ആനിമി മൂവീസ് ആകുമ്പോൾ എല്ലാവർക്കും പരിമിതമായ സമയം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ ഒന്നായതുകൊണ്ട് തന്നെ 30 ഡേയ്സിൽ 30 ആനിമി മൂവീസ് സജസ്റ്റ് ചെയ്ത് അതിൽ 30ാമത്തെ ദിവസം ഞാൻ കണ്ടു തീർത്ത എൻ്റെ ഫേവറേറ്റ് 3 ആനിമി വെബ് സീരീസോടുകൂടി ഈ സെഗ്മെന്റ് നിർത്തും. അതിനുശേഷം ഞാൻ കാണുന്ന ആനിമീസ് ആണ് മൂവീസ് ആണെങ്കിലും അത് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു. ആനിമീസ് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും. ആനിമേഷൻ മൂവീസിനെ അല്ല നമ്മൾ ആനിമി എന്ന് പറയുന്നത്. ആനിമേഷൻ മൂവീസ് കാണുന്നവർ പോലും ആനിമി കാണാറില്ല. ആനിമി എന്ന് പറയുന്നത് ബേസിക്കലി ജപ്പാനിലെ ഒരു മാങ്ക, അതായത് ഒരു കോമിക് ബുക്ക്, വീക്കിലി റിലീസ് ആവുന്ന കോമിക് ബുക്കിനെ ബേസ് ചെയ്തിട്ട് അഡോപ്റ്റ് ചെയ്ത് ഹാൻഡ് ഡ്രോയിങ് ചെയ്ത് വരച്ച് ആനിമേഷൻ ചെയ്തെടുക്കുന്ന ഒരു തരം ആനിമി സീരീസാണ് ഈ ആനിമി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പം എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണയൊക്കെ ഉണ്ടായിരിക്കണം. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിലെ ഫസ്റ്റ് വീഡിയോ ഞാൻ മോളിൽ പിൻ ചെയ്തേക്കാം. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അത് ഇതിൻ്റെ പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലെങ്ത് കൂടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇതിൽ പറയുന്നു. ബാക്കിയുള്ള 30 ദിവസം 30 സിനിമ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ ഏതെങ്കിലും സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാനത് കണ്ടു നോക്കിയിട്ട് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതാണ്. അപ്പം ഫസ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.